നന്ദി പ്രമിള ചേച്ചി, ജോസിയേട്ടൻ. ഇനി പാട്ടുകൾ വേണം. അതിനു മുമ്പ് കേണൽ സാറിന് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. എല്ലാവരും വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ആ ചോദ്യം ചോദിക്കാനും കേണൽ സാറിനെ ക്ഷണിക്കാം. ഒപ്പം ഒന്നോ രണ്ടോ പേർക്ക് റബീ സാറിന് വേണ്ടിയാണ് ചോദിക്കാനും ചോദിക്കാം. മുൻകൂട്ടി വരുന്നതാണ്. ഫോട്ടോ എടുക്കാം. നമ്മൾ മിസ്റ്റർ റഫീഖ് ആൻഡ് MBR രണ്ടുപേരും പ്രഭാഷണം കേട്ടു. അതിൽ നിന്ന് മാത്രമല്ല, നമുക്കൊക്കെ അറിയാം ഒരു പാട്ട് എഴുതാൻ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട്, എത്രത്തോളം നോളജ് വേണം, എത്രത്തോളം ടാലന്റ് വേണം. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ അവസാനം ആ പാട്ട് സിനിമയിൽ കൂടി കേൾക്കുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് എഴുതിയ ആൾക്ക് അത്ര കിട്ടുന്നുണ്ടോ അതോ പാടുന്ന ആൾക്കാണോ കൂടുതൽ കിട്ടുന്നത്? എൻ്റെ അഭിപ്രായത്തിൽ പാടുന്ന ആളുടെയാണ് പേര് നമ്മളൊക്കെ അറിയുന്നതും. അങ്ങനെയാണ് യേശുദാസ്, അങ്ങനെയുള്ള ആൾക്കാർ വളരെ വളരെ ലെവലിലേക്ക് പോയി. അതേസമയം അത് എഴുതിയത് ഈ ലീവലോ പി ഭാസ്കരനും വയലാർ, ഇങ്ങനെ 2-3 കാര്യപ്രായം ഇവരൊക്കെ വിടൂ. ബാക്കി എത്രയോ എഴുത്തുകാരുണ്ട്. അവരുടെയൊക്കെ പാട്ടുകൾ, അവരുടെ പേരുകൾ മുൻനിരയിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം. അതാണ് ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്യാന്ന് വിചാരിച്ചത്. വേറെ ഒന്നുമല്ല. ചോദ്യം വളരെ റിലവൻ്റാണ്. പക്ഷേ താജ്മഹലിന്റെ ശില്പികളൊന്നും ആരായത് പണിഞ്ഞെന്ന് അറിയാം. താജ്മഹൽ ഈഫൽ ടവർ ആരാന്ന് അറിയാം. ഈഫൽ ടവറും താജ്മഹലും ഒക്കെ പണിഞ്ഞത് അതേ ഉള്ളൂ. അത് അറിയാലോ, പണിയിപ്പിച്ച ആളെ അറിയാം. അല്ല, പണിക്കാരാ അതല്ല, ബിൽഡിംഗ് അതുപോലുള്ള ഇന്ത്യയുടെ നേരത്തെ എൻഗേജഡ് ആണല്ലോ അയാള്. ഈ താജ്മഹൽ ആസ്വദിച്ച് പോയി യേശുദാസിന്റെ ശബ്ദം കേട്ട് ഹാപ്പി ആയിട്ട് പോവല്ലാതെ എഴുതിയത് റഫീഖാണെന്നോ എഴുതിയത് എന്നയാളാണെന്നോ ചിന്തിക്കാറുള്ള ആൾക്കാരുടെ ആവശ്യമില്ല. അതാണ് കാലത്തിന്റെ നീതി എന്ന് പറയുന്നത്. കാലശാപം എന്ന് പറഞ്ഞ സംഭവം. ഒരു പ്രിയോറിറ്റിയുടെ വിഷയം കൂടിയാണ്. ഞാൻ സത്യത്തില് പിന്നെ ഇപ്പോഴും പണ്ടും ഒരു പാട്ട് കേൾക്കുമ്പോൾ അത് എഴുതിയത് ആരാണെന്നുള്ളതാണ് ഞാൻ ആദ്യം നോക്കാറുള്ളത്. വരികളാണെന്നോ സംഗീതം അതുകൊണ്ടായിരിക്കും. അതാണ് പ്രിയോറിറ്റിയുടെ പ്രശ്നമാണ്. അപ്പൊ നമ്മളിപ്പോ സാഹിത്യത്തിലോ കവിതയിലോ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ അതായിരിക്കും. ഈ സംഗീതത്തിലെ താല്പര്യമുള്ളതാണെങ്കിൽ മാത്രം മനോഹരമായിട്ടുള്ള സംഗീതമാണെന്ന് പറയുന്നത്. അങ്ങനെയുള്ളത് പാട്ടുകാരനാണ് നമ്മുടെ മുന്നിൽ വരുന്നത്. പാട്ടുകാരൻ മാത്രമല്ല, ചിലപ്പോൾ പലപ്പോഴും പറയാം പ്രേം നസീറിന്റെ പാട്ടെന്നാ പറയാം, അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ പാട്ടെന്നാ പറയാം. അങ്ങനെയാണ്. അത് നോക്കിയിട്ട് കാര്യമില്ല. എല്ലാവർക്കും നമസ്കാരം. 2 മഹാപ്രതിഭകളെ കേട്ടിരിക്കുകയാണ്. ഞാൻ ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എന്നെ വളരെയധികം വിഷമിപ്പിച്ച ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതായത് ഞാനിവിടെ പെരുപ്പില കാനറ ബാങ്കില് കാനറ ബാങ്കിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അവിടെ റിട്ടയർ ആയി കഴിഞ്ഞിട്ട് ഞാൻ കൈപ്പറമ്പിൽ ഒരു സ്ഥലം മേടിച്ച് അവിടെ ഇങ്ങനെ ഒരു വീടൊക്കെ വെച്ച് വന്നപ്പോഴാണ് ഈ കേരയിൽ എന്ന് പറയുന്ന ആ ഒരു പദ്ധതി അത്രയും വളരെ കൂടുതൽ നടപ്പിലാവുന്നുള്ള ഘട്ടത്തിലേക്ക് വന്നത്. ശരിക്കും പറഞ്ഞാൽ അതിന്റെ ആ ഒരു എഞ്ചിനീയേഴ്സും അതിന്റെ ആൾക്കാരൊക്കെ വന്നിട്ട് എന്റെ വീട്ടിലേക്ക് വന്നിട്ട് പറയുകയാണ്, എന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് അമ്പലത്തിന്റെയും എന്റെ വീടിന്റെ ഇടയിൽ കൂടിയാണ് ഈ ട്രെയിനിന്റെ ലൈൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാര്യം വളരെ ആഗ്രഹിച്ച് ഒരു വെട്ടുകല്ലുകൊണ്ടൊക്കെ ഒരു വീടുണ്ടാക്കി അതിൽ താമസം തുടങ്ങിയ സമയത്താണ് ഈ ഒരു ചോദ്യം. അപ്പൊ ഞാൻ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ നോക്കുമ്പോഴാണ് റഫീഖ് അഹമ്മദ് സാറിന്റെ ഒരു കവിത, അത് വളരെ, അതായത് അന്ന് ആ കവിത വളരെ ചർച്ചയായി, സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം ചർച്ച ചെയ്ത കവിതയാണ്. ഇങ്ങനെയായിരുന്നു ആ കവിത. ഹേ ഹേ എങ്ങോട്ട് പോകുന്നു ഹേ, ഇത്ര വേഗത്തിൽ ഇത്ര തിടുക്കത്തിൽ, തണ്ണീർത്തടങ്ങളെ പിന്നിട്ട് തെങ്ങിൻ നിരകളെ പിന്നിട്ട്
കണ്ടലും കാവും കുളങ്ങളും പിന്നിട്ട് സഖ്യനെ കുത്തി മറിച്ചിട്ട് പമ്പയെ പേരാറിനെ വഴിമുട്ടിച്ച് പൊട്ടിത്തെറിക്കാതിരിക്കാൻ ശ്രമിക്കുന്ന മുല്ലപ്പെരിയാർ ജലബോംബ് പിന്നിട്ട്. സമയക്കുറവായതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. ആ കവിത വായിച്ചപ്പോ ആ കവി എന്റെ ആ ഒരു ഹൃദയ വികാരങ്ങളെ ഉൾക്കൊണ്ട് എഴുതിയിരിക്കുന്ന കവിത എന്നെ വളരെയധികം എനിക്ക് ആ ഒരു മനസ്സിൽ തട്ടിയ ഒരു വരികളാണ്. അത് പിന്നെ ഒത്തിരി ചർച്ചയൊക്കെ അതേക്കുറിച്ച് അന്ന് അങ്ങനെ എഴുതാനുണ്ടായ എന്തെങ്കിലും ഒരു ചേതോവികാരം അങ്ങനെ ഉണ്ടായിട്ടാണോ എഴുതിയത്? ആ ഒരു ചെറിയ ഇതാണ്. എന്നാലും ഞാൻ ആ ചോദ്യമാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. അതെ, ചില ഈ ആനുകാലിക വിഷയങ്ങളെ പറ്റിയിട്ട് ഫേസ്ബുക്കിൽ എന്തെങ്കിലും പോസ്റ്റ് ഇടുന്ന പരിപാടി തന്നെ നിർത്തിയത് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഈ കേരളയിൽ വരുന്ന സംഗതി, കേരളത്തിന്റെ അതിന് അടിസ്ഥാനപരമായിട്ടുള്ള ഉദ്ദേശം നല്ലതാണ്. കാരണം വളരെ പെട്ടെന്ന് നമുക്ക് എത്തുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. അതിനോട് പരിപൂർണ്ണമായിട്ട് യോജിക്കുന്നു. പക്ഷെ 3 മണിക്കൂറിനുള്ളിൽ ഈ എല്ലാ വാഹനങ്ങൾക്കും പറ്റുന്നില്ല, ഈ എല്ലാവർക്കും കയറാൻ പറ്റില്ല. 3 മണിക്കൂറിനകത്ത് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് ഓടിച്ചതിന്റെ എന്താണ്, എന്തെടുക്കാനാണെന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അത് വേണ്ടെന്നൊന്നും പറഞ്ഞില്ല. അത് നല്ല കാര്യം, ഹെലികോപ്റ്ററിൽ പോലെ. അപ്പൊ പക്ഷെ അതിനെ കുറിച്ചുള്ള ചർച്ചകളും അത് നടപ്പാക്കിയ രീതികളും നടപ്പായില്ല. പക്ഷെ അതിന് പിന്നെ ഒരുപാട് ദുരൂഹതകൾ ഈ പറഞ്ഞ ഈ PMC-യൊക്കെ പോലെ തന്നെ ഒരു സുതാര്യത ഉണ്ടായിരുന്നില്ല. വളരെ പിന്നെ അവ്യക്തമായിരുന്നു. പിന്നീട് അർദ്ധരാത്രി വീടുകളിൽ വന്നിട്ട് കുറ്റിയിട്ട് സംഭവം പോലും പല അങ്ങനെയൊക്കെ ഉണ്ടായി. മൊത്തത്തിൽ അതൊരു പിന്നെ എന്തൊക്കെയോ ദുർഗ്രഹതകളുള്ള സംഭവം പോലെയാണ് തോന്നിയിരുന്നത്. അപ്പൊ അത് വേഗത്തിനേക്കാളും മറ്റു പല ഉദ്ദേശങ്ങളാണോ അതിന്റെ പുറകിലുള്ളത് എന്നുള്ളൊരു സംശയം സ്വാഭാവികമായിട്ടും ഒരു പൗരൻ എന്നുള്ള എനിക്കുണ്ടായി. അത് ഞാനൊരു കവിതാ രൂപത്തിൽ അവതരിപ്പിച്ചു നോക്കുകയായിരുന്നു. അപ്പൊ അതിന്റെ പേരിൽ ഞാൻ വികസന വിരോധിയും ഇടതുപക്ഷ വിരുദ്ധനും ഒക്കെ ആയിട്ട് ഉത്തരവാദിത്തപ്പെട്ടു എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ ചോദിക്കേണ്ട കാര്യം ചോദിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് കുറെ ആൾക്കാർക്ക് മറുപടി പറഞ്ഞു. അതുവരെ ആരും പറഞ്ഞിരുന്നില്ല. കാരണം ഈ ആക്രി പോലെയുള്ള കുറച്ച് സാധനങ്ങൾ ജപ്പാനിൽ നിന്ന് മറ്റേ വരുത്തിയിട്ട് ഇവിടുത്തെ നല്ല തണ്ണീർത്തടങ്ങളും വീടുകളും മനുഷ്യരൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ തകർത്തതിലൂടെ ഉണ്ടാക്കാനും പരിപാടി എന്നൊക്കെ കേട്ടിരുന്നു. പലതരത്തിലുള്ള വിമർശനങ്ങളുണ്ടായിരുന്നു. അതിന് മറുപടികളുണ്ട്. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ അത് പൂർണ്ണമായിട്ടും അതിനൊരു സുതാര്യത ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അത് അങ്ങനെ ചോദിച്ചത്. അങ്ങനെ കവിത എഴുതാനുണ്ടാക്കുക. ഈ രണ്ട് അനുഗ്രഹീതരായ കവികൾ പാട്ടെഴുത്തുകാർ ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് സാധാരണ എന്തെങ്കിലും സംശയം മനസ്സിലുണ്ടാവും. അത് പ്രകടിപ്പിക്കാനോ ചോദിക്കാനോ പറ്റിയ ഒരു അവസരമാണ്. അപ്പോൾ നമ്മളൊരു സിനിമ നടനെയോ സിനിമാ നടിയോ ആദ്യം പറയുന്നത് എനിക്കൊരു നിർബന്ധമാണ്, എനിക്ക് ആ സിനിമയുടെ സ്ക്രിപ്റ്റ് കേൾക്കണം, എന്നിട്ട് ഞാൻ അഭിനയിക്കുകയുള്ളൂ. അത് പ്രധാന നടികളാണ് ഇപ്പോൾ കൂടുതൽ പറയുന്നത്. അവരുടെ ഭാഗത്തു നിന്നാണ് എനിക്ക് ആ സ്ക്രിപ്റ്റ് മുഴുവൻ കേട്ട് എനിക്ക് പറ്റിയെങ്കിൽ മാത്രമേ ഞാൻ അത്തരം സിനിമയിൽ അഭിനയിക്കുകയുള്ളൂ എന്നൊക്കെ അവർ കേൾക്കുന്നുണ്ട്. ഇതേപോലൊരു ചോദ്യമാണ് ഈ സിനിമാ സംവിധായകരോ നിർമ്മാതാവോ അവിടെ ഈ പാട്ടെഴുത്തുകാർക്കോ ആ പാട്ടെഴുത്തുകാർക്ക് അങ്ങനെ ഒരു ചോദ്യം അങ്ങനെ പലപ്പോഴും ചോദിക്കുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ സിനിമയുടെ പശ്ചാത്തലം, എന്താണ്, ഇതിനെക്കുറിച്ചാണ് നിങ്ങളൊരു സിനിമ ചെയ്യാൻ പോകുന്നത്, അതിനെ പറ്റിയ പാട്ട് ആണോ എങ്കിൽ മാത്രമേ എനിക്ക് പറ്റിയ എനിക്കിഷ്ടമുള്ള ഒരു. ഇപ്പോൾ പെരുമഴക്കാലമൊക്കെ പറയുന്നു, അദ്ദേഹം പറയുന്നു കമൽ മുഴുവൻ സ്ക്രിപ്റ്റ് പറഞ്ഞു കൊടുത്തിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് അതിലത്തെ വരികൾക്ക് വളരെ ഭംഗി വന്നത്. അപ്പോൾ കുറെ സെലക്റ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ എല്ലാവരും സിനിമ പിടിക്കുന്നവരാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ വന്നവർക്ക് ഉടനെ സിനിമ പിടിക്കണം, കുറച്ച് കാശ് കൊണ്ടുവേണം. ഇപ്പോൾ റഫീഖ് സാറിനോട് പറയണം, അദ്ദേഹം ഇപ്പം നല്ല ഒരു കവിയാണ്, എഴുത്തുകാരനാണ്, എനിക്ക് താങ്കളുടെ ഒരു സിനിമയിൽ, എൻ്റെ സിനിമയിൽ താങ്കൾക്കൊരു പാട്ട് എഴുതണം എന്ന് പറഞ്ഞാൽ ഉടനെ അതിന് അഗ്രി ചെയ്യുമോ? അതോ എന്തിനെ കുറിച്ചാണ് നിങ്ങളൊരു സിനിമ, എൻ്റെ കാവ്യാത്മകമായ വരികൾക്ക് ആ സിനിമയിൽ ഒരു സ്ഥാനമുണ്ടോ? ഇവരൊക്കെ കാവ്യാത്മകമായ വരികളാണ് ആ പാട്ടിലൂടെ എഴുതുന്നത്, അല്ലാണ്ട് അടിച്ചുപൊളിപ്പാട്ടുകളൊന്നുമല്ല. അപ്പൊ ആദ്യം അങ്ങനെ ഒരു ചോദ്യം നിങ്ങൾക്ക് അങ്ങോട്ട് കൊടുക്കാറുണ്ടോ? ഇപ്പൊ നമ്മൾ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒക്കെ വരികൾ കാണുമ്പോൾ
പ്രത്യേകിച്ച് ഗ്രാഫിക് സാറിൻ്റെയൊക്കെ അങ്ങനത്തെ സിനിമകളിലാണ് അവരുടെ വരികൾ എഴുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ സിനിമകളുടെ മഹത്വം കൊണ്ട് തന്നെയാണ് ഇവരുടെ പാട്ടിനും ഒരു പ്രശസ്തി വന്നിട്ടുള്ളത്. ഇതേ ചോദ്യം അങ്ങനെ വല്ല സെലക്റ്റീവായിട്ടുള്ള സിനിമകൾക്ക് മാത്രമാണോ പാട്ട് എഴുതുന്നത് എന്നുള്ളത് ആണ് എൻ്റെ ചോദ്യം. ഇതാണ് കച്ചവടമാണ് സിനിമ. സെലക്ഷൻ ഒന്നും പ്രശ്നമില്ല. OMB അലറിയ പോലെ ഓടിക്കാനും പറ്റില്ല. വരുന്ന പ്രൊഡ്യൂസർ ഫിസിക്കലി താങ്കളെ പോലെ ഫിസിക്കൽ ആണെങ്കിൽ ഓടോന്ന് ഞാൻ പറഞ്ഞാൽ താങ്കൾക്ക് വേറെ ഫീലിംഗ് വന്നിട്ട് ജീവഹാനി ഉണ്ടാവും. ഇതിന് എഴുതാൻ പോകുമ്പോൾ നാച്ചുറലി ഇപ്പം പറയുന്ന പോലെ എഴുതി കൊടുക്കലും പടത്തിൽ എടുക്കും. അങ്ങനെ പറഞ്ഞ ഒരാളുണ്ട്, അദ്ദേഹത്തിൻ്റെ പേരാണ് മരൂർ ജി ദേവരാജൻ. പുള്ളി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഔട്ടായി. പിന്നീട് അദ്ദേഹത്തിനെ വിളിക്കാതെ അദ്ദേഹം പാട്ട് പറ്റി പോലും പാടി കേൾപ്പിക്കാറ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടിരുന്ന ജോൺസന്റെ ശിഷ്യനായിട്ടുള്ള ഔസേപ്പ് ബച്ചനെയൊക്കെ ഉപയോഗിച്ച് മലയാള സിനിമ മുന്നോട്ട് പോകും. ദേവരാജൻ പോലെ അങ്ങനെ നിന്നത് ബുദ്ധിയാണോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വമാണ് അവിടെ പ്രശ്നം. വ്യക്തിത്വം ഇല്ലാത്തവരാണ് ബാക്കിയുള്ളതെന്നും വിചാരിക്കരുത്. ഇത് ഭക്ഷണമാണ് വേറെ പ്രശ്നം. അപ്പം മോഹൻലാൽ തന്നെ എത്രയോ വൃത്തികെട്ട പടത്തിൽ അഭിനയിക്കുന്നത്. പക്ക ബിസിനസ്സാണ് സിനിമ. അതിൻ്റെതായ ദോഷങ്ങളാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രചയിതാവാണോ പ്രൊഡ്യൂസറാണോ എന്നുള്ളതൊന്നുമല്ല പ്രശ്നം. അന്ന വിചാരം മുന്ന വിചാരം. അല്ല, എൻ്റെ കാര്യത്തിൽ എനിക്ക് പല ആൾക്കാർക്ക് എന്തൊക്കെ തെറ്റിദ്ധാരണകളൊന്നും അറിയില്ല. അവർക്ക് പറ്റും, അല്ല അവർക്ക് പിന്നെ ശരിയാവുന്ന കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറയാറുണ്ട്. അപ്പോൾ ഇതുവരെ അങ്ങനെ അധികമൊന്നും അങ്ങനെ ഒന്നുമില്ല. ചിലത് നമുക്ക് ചിലപ്പോൾ ഈ മിക്കവാറും പലരും ചില അപൂർവം പഴയ ആൾക്കാർ, ഇപ്പോൾ നമ്മുടെ കമൽ സാറിൻ്റെ ഒക്കെ സത്യജിക്കാട്, ലാൽ ജോസഫ് പോലെയുള്ള ആ ഒരു തലമുറയിൽപ്പെട്ട ആളുകളൊക്കെ കഥ വളരെ കൃത്യമായിട്ട് തിരക്കഥ കൃത്യമായിട്ടും ആദ്യ അവസാനം പറയും. മറ്റു ചില പുതിയ ആൾക്കാർ പലരും ആ സിറ്റുവേഷൻ മാത്രമേ പറയുള്ളൂ. ഇങ്ങനെ ചുരുക്കി പറയും, കുറെ ചുരുക്കില്ല. സത്യത്തിൽ അത് മതി, അത് ഭയങ്കര ബോറായിരിക്കും, കഥ മുഴുവൻ കേട്ടിരിക്കുന്നത് പറഞ്ഞു. അപ്പൊ അങ്ങനെ കാമുകി ഇങ്ങനെ സന്ദർഭം, അങ്ങനെ അയാള് പിന്നെ ഓടിപ്പോകുന്നു. അങ്ങനെയൊക്കെ ഒരു കാര്യം അവിടെ പാടാണ് വേണ്ടത്. അത് മതി നമുക്ക് ധാരാളം. പിന്നെ അത് വേറെ പലതരത്തിലുള്ള സജഷൻസ് ചിലപ്പോൾ വരും. അതായത് ഇന്ന പാട്ട് പോലെ വേണം, അതുപോലെ വേണം, ഇതുപോലെ വേണം. അങ്ങനെ കൂടുതലാവുമ്പോൾ ഞാൻ സ്കിപ്പ് ചെയ്യാറുണ്ട്. വേറെ തന്നെ പറ്റില്ല എന്ന് ഞാൻ പറയാറില്ല. വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കൂടെ സമർത്ഥമായിട്ട് അതിങ്ങനെ ഒഴിഞ്ഞ് നേരം ഒഴിപ്പിക്കുകയോ ഒക്കെ ചെയ്തിട്ടുള്ളൂ. കാരണം നമുക്ക് പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എൻ്റെ ലിമിറ്റേഷൻസ് എനിക്കറിയാം. അപ്പം പലരും എന്നിൽ നിന്ന് എന്താ കിട്ടുന്നുള്ള അറിയാവുന്ന ആൾക്കാർക്ക് എൻ്റെ അടുത്ത് വരാറുണ്ട്. അങ്ങനെ അപൂർവമായിട്ട് മാത്രമേ അങ്ങനെ മറ്റേ തരത്തിലുണ്ടാവാറുള്ളൂ. നമ്മൾ ഓരോ സാഹചര്യം തന്നിട്ടാണ് കവിതകൾ എഴുതുന്നതെന്ന് പറഞ്ഞു, അത് പാട്ടുകൾ എഴുതുന്നതെന്ന് പറഞ്ഞു. ഇപ്പോ ഒരു ഉദാഹരണ സഹിതം ഞാൻ ചോദിക്കുകയാണ്. ഉയരെ എന്നുള്ള ചിത്രത്തില് ആ നീ മുടിക്കുന്ന പാട്ട്, ആ പാട്ടില് ശരിക്കും അതൊരു പ്രണയഗാനമായിട്ടാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്, വന്നിരിക്കുന്നത്. പക്ഷെ അതിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു പ്രണയമാണ്. അപ്പൊ ആ കഥ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ സിറ്റുവേഷൻ കേൾക്കുമ്പോൾ നമ്മുടെ മനസാക്ഷിയോട് നമുക്ക് അവിടെ ഒരു പ്രണയഗാനം എഴുതാൻ പറ്റുമോ എന്നുള്ളത്. കാരണം അങ്ങനെ ഒരു ആ ഒരു അത്രയും മോശമായിട്ടുള്ള ഒരു പ്രണയത്തിനെ വളരെ മനോഹരമായിട്ടാണ് എഴുതി നമ്മുടെ ഉള്ളിലേക്ക് ആ പാട്ട്, ആ സിനിമയോട് നമുക്ക് എത്ര വെറുപ്പ് തോന്നിയാലും, ആസിഫലിയുടെ ആ ക്യാരക്ടറിനോട് വെറുപ്പ് തോന്നിയാലും ആ പാട്ട് എന്നും നമ്മുടെ മനസ്സിലിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ്. അങ്ങനെ എഴുതേണ്ടി വരുമ്പോ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമോ? അതായത് ഇപ്പൊ നമ്മുടെ മനസാക്ഷികള് നമ്മുടെ നിലപാടുകൾക്കെതിരെയാണോ? അങ്ങനെ ഉണ്ടാകുമ്പോ എഴുതേണ്ടി വരുമ്പോ മനസ്സിന് എന്തൊക്കെയാണ് തോന്നുന്നത്, എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ്? എന്നിട്ട് ആ പാട്ടിലെ വരികളൊന്ന് ശരിക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം അത് അവര് അങ്ങനെ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻ തന്നെയാണ്. അത് തന്നെയാണ് ആ പാട്ടിനുള്ളത്. കാരണം നീ മുകിലോ പിന്നെ നീ അങ്ങനെ കുറെ കാര്യമില്ലേ എനിക്ക് ഓർമ്മയില്ല. അപ്പൊ അത് കൃത്യമായിട്ട്, അതായത് ഒരു സിനിമയില് നമ്മുടെ സിറ്റുവേഷന്റെ ആ കഥാപാത്രത്തിന്റെ വികാര വിചാരങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്.
അപ്പൊ അത് വെറും ഒരു പ്രണയഗാനമല്ല. അതിലെ വരികളില് പിന്നെ ഈ ഇവളുടെ ഇവർക്ക് കുറെ സ്നേഹമുണ്ട്. പക്ഷെ സമയം ഇവിടെ എന്താണ് ഉൾപ്പെടുത്താൻ കിട്ടുന്നത്, ആ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഞാൻ സംശയിക്കില്ല, നശിക്കുന്നുണ്ടാവും. എൻ്റെ ഒരു വലിയ ചോദ്യമാണ്, വേറൊന്നുമല്ല, ഈ രണ്ടുപേരും കവികൾ എന്ന നിലയിലും ഗാനരചയിതാക്കൾ എന്ന നിലയിലും വളരെ ശ്രദ്ധേയരായിട്ടുള്ളത്. പലപ്പോഴും ഗാനങ്ങൾ രചിക്കപ്പെടുന്നതിന് ചില പരിമിതികളുണ്ട്, പിന്മാറ്റം, അതുപോലെ രാജേന്ദ്രൻ സാറിന്. പക്ഷെ സംതൃപ്തിയുടെ കാര്യം ഒരുപക്ഷെ കവിത എഴുതുമ്പോഴാണോ അത് കൂടുതൽ ഗാനരചന ഉപയോഗിക്കുന്നത്? ഇനി അഥവാ ഏതെങ്കിലും ഗാനരചനയിൽ അത്തരത്തിലൊരു സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടോ, അത് ഏതായിരിക്കും? ഉദാഹരണ സേവനം. ഈ ചോദ്യത്തിനുള്ള ഉത്തരം പറയുന്ന ഒരു മറുപടി അങ്ങോട്ട് ഇതൊരു പഠിക്കുന്ന ചോദ്യമാണെന്നല്ലാതെ വ്യക്തമായിട്ട് മറുപടി ഇല്ല. ഇപ്പോൾ CPM-നാണോ അതോ കോൺഗ്രസിനാണോ വോട്ട് ചെയ്യുക എന്നിപ്പോഴത്തെ ആളോട് ചോദിച്ചാൽ അയാൾ BJP-ക്ക് പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ സിറ്റുവേഷൻ നോക്കിയിട്ടേ പറയുക. അപ്പോ ഈ ചോദ്യകർത്താവാണോ കള്ളൻ, ഉത്തരം പറയുന്നതാണോ എന്നുള്ളതാണ് പ്രശ്നം. ഉത്തരം മുട്ടും അങ്ങനെയൊക്കെയാണ്. അല്ല, അത് പിന്നെ കവിത എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നമുക്കറിയാമല്ലോ, അത് സ്വതന്ത്രമായിട്ടൊരു ആത്മാവിഷ്കാരല്ലേ. അത് ആരും നമ്മളോട് ആവശ്യപ്പെടുന്നതല്ല. നമുക്ക് എന്തും എഴുതാം, എത്ര വരി വേണം, ഏത് തരത്തിൽ വേണം, ഗദ്യത്തിൽ വേണം, പദ്യത്തിൽ വേണം, അതൊക്കെ നമുക്ക് നിശ്ചയിക്കാവുന്ന, വേറെ പ്രസിദ്ധീകരിക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെ നമ്മൾ തീരുമാനിക്കുന്നതാണ്. അപ്പൊ അതിനകത്ത് സ്വാതന്ത്ര്യമുണ്ട്, കുറെ സ്വാതന്ത്ര്യമുണ്ട്. പാട്ടിലതില്ല. പാട്ട് അവർ പറയുന്ന സിറ്റുവേഷനിൽ ആ സിനിമയുടെ ഒതുങ്ങി നിൽക്കുന്ന ഒരു സാധനമാണ് അവർക്ക് വേണ്ടത്. അതുകൊണ്ട് ആ ഒരു പരിമിതി തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ രണ്ടിന്റെ ആത്മസംതൃപ്തി എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്. കാരണം നമ്മൾ എഴുതിയ വരികൾ സംഗീതം വന്ന് ഒരാൾ പാടി അത് ഇങ്ങനെ സിനിമയിലൊക്കെ കാണുമ്പോണ്ടാവുന്ന വേറെ തരത്തിലുള്ള സന്തോഷമുണ്ട്. കവിത എഴുതി കഴിയുമ്പോൾ ഒരു വലിയ ഭാരം ഉള്ളിന്ന് പോയതായിട്ടോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു രണ്ട് തരത്തിലുള്ള സന്തോഷം തന്നെയാണ്. പക്ഷെ കവിതയ്ക്ക് പരിമിതികൾ അല്ല, സിനിമകാലത്ത് പരിമിതികൾ, അത് യാഥാർത്ഥ്യം. ഒരു ഉത്തരം പറഞ്ഞില്ല, പരിമിതികൾ ഇല്ലാതെ അത്തരത്തിൽ ആത്മസംതൃപ്തി നൽകിയ ഒരു പാട്ടെങ്കിലും ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ സംവിധായകരെ അനുസരിച്ചിരിക്കും. അപ്പൊ നമ്മുടെ രഞ്ജിത്തൊക്കെ അങ്ങനത്തെ സംവിധായകനാണ്. അയാളുടെ സിനിമയിൽ, ഞാൻ പറഞ്ഞ സിനിമയിലും അതുപോലെ തന്നെ മറ്റെല്ലാ സിനിമകളിലും ഇതിലൊക്കെ തന്നെ തിരക്കഥ, ഇതിലൊക്കെ യാതൊരു ഇടപെടലുകളും ഇല്ല. എന്തുകൊണ്ട് എഴുതിക്കോന്നുള്ളതാണ്. ഒരു ഏതെങ്കിലും വരി മാറ്റണമോ അല്ല അങ്ങനെ എല്ലാതൊന്നും പറഞ്ഞു. അപ്പൊ ഞാൻ എന്നൊക്കെ ഉള്ള സിനിമയില് കവിത തന്നെയാണ്, കവിതയായിട്ട് എഴുതി കൊടുത്തു, അത് അതേപടി സ്വീകരിക്കുകയും ചെയ്യും. ചില ആളുകൾ ഒരുപാട് നിർദ്ദേശങ്ങൾ പറയും, അത് എല്ലാം നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല, സ്വീകരിക്കാൻ പറ്റാവുന്ന സ്വീകരിക്കും. കാരണം അത് ഈ പറഞ്ഞ പോലെ ഈ MPR പറഞ്ഞ ബിസിനസ് ആണ്, അവരുടെ സംവിധായകനാണ് തീരുമാനിക്കുന്നത്. അയാൾക്ക് ഇഷ്ടപ്പെട്ടത് കൊടുക്കാന്നുള്ളതാണ് നമ്മുടെ കടമ. അതിന് എന്റെ ഇഷ്ടം അവർ അടിച്ചേൽപ്പിക്കില്ല. അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഞാൻ പരിമിതി കൊണ്ടുപോകുന്നത്. അതായിരുന്നു യഥാർത്ഥ വിഷയം. അങ്ങനെ ആത്മസംതൃപ്തികളുണ്ടോ? അത് എന്തിനാണ് എന്തെങ്കിലും അനുഭവം ഉണ്ടായിരുന്നു? പഴയകാല സംവിധായകർ മോഹനൊക്കെ അത്രയ്ക്ക് സ്വാതന്ത്ര്യം തന്നത്. സത്യം പറയും, നിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. ഞാൻ സഹകരിച്ചിട്ടുള്ള സംവിധായകർ മിക്കവാറും അറ്റാസ്റ്റില്ലാത്തതാണ്. ഈ സുതാര്യ സുന്ദരമേ അങ്ങനെയുള്ള വരികളൊക്കെ വരുമ്പോഴും സംവിധായകൻ എന്നെ ഒന്ന് നോക്കിയിട്ട് അല്ല ഇന്ത്യയിലായിരിക്കും പറയുന്നതല്ലായിരുന്നു. ഇപ്പൊ എനിക്ക് ഏതാണ്ട് ഇയാൾക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ള. അപ്പോൾ എന്നിട്ട് ശ്രോതാക്കൾ എന്നോട് കൊണ്ട് ചോദിച്ചു, ഈ ചിന്തയിൽ നിന്നുള്ള പാട്ടിന് ശ്രോതാക്കളെ ചോദിച്ചു, ഒരുപാട് ഉണ്ണികൃഷ്ണന്മാർ ഇങ്ങനെ ചോദിച്ചോണ്ടേയിരുന്നു. അവസാനം ഞാൻ ഒരു മറുപടി പറഞ്ഞു. അതാണ് വീക്കാൻ പറഞ്ഞത് പറഞ്ഞു. എന്നുവെച്ചാല് അതിനർത്ഥമില്ല. ഇത് ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. 99% SSC ഫെയിലായിട്ട് നമ്മുടെ ഏറ്റവും കുട്ടിക്കോഷിക്ക പാർട്ടീസ് പോലും SSC 6 പ്രാവശ്യം എഴുതിയിട്ട് കണക്കിനൊക്കെ ഒരുമാതിരി ജയിച്ചവര് ഇംഗ്ലീഷും മലയാളവും കിട്ടാതെ ഹിന്ദി മാത്രം കിട്ടിയിട്ട് നേരെ മദ്രാസിന് പോയിട്ട് ബൈബിളോ പഠിത്തത്തിലേക്ക് പോയതാണ് 99% സംവിധായകർ. വിദ്യാഭ്യാസം കിട്ടി രഞ്ജിത്തിനെ പോലെയൊക്കെയുള്ള ഒരു തലമുറ വന്നപ്പോഴാണ് അത്യാവശ്യം ഇംഗ്ലീഷിന്റെ സ്പെല്ലിങ്, ഒരു ഡിപ്പോ സ്പെല്ലിങ് അറിയാത്ത എൻ്റെ പഴയ തലമുറയിൽ ഡിപ്പോ എന്നുള്ളതിന്റെ സ്പെല്ലിങ് അറിയാവുന്ന ഒന്നോ രണ്ടോ പേരുണ്ടാകും. ഞാൻ പലരോട് ചോദിച്ചിട്ടുണ്ട്, ഡിപ്പോ എന്താണ് സ്പെല്ലിങ്?
ഏതായാലും DPO എന്നേ പറയൂ. ഒരു ടി എന്നുള്ളത് ഞാൻ ആഡ് ചെയ്തുകൊണ്ട് അത്ര അതിനെ കുറ്റപ്പെടുത്തി പറയാറില്ല. പല പരിമിതിയും കൊണ്ട് അങ്ങനെയുള്ള പാർട്ടീസാണ്. വയലാറിനെ പോലെ OMPക്ക് ശേഷം വന്നിട്ടുള്ള ആൾക്കാരോട് പോലും ഇപ്പൊ അനഘ സങ്കല്പ ഗായിക. എന്താണ് അനഘം? നിർമ്മാതാവിനെ അറിഞ്ഞൂടാ, വിഭാസന് മാത്രമേ അറിയുള്ളൂ. പക്ഷെ എങ്ങനെയാണ് ഉച്ചരിക്കുക എന്ന് പോലും അറിയില്ല. ദാസേട്ടൻ പിന്നെ അദ്ദേഹത്തിന്റെ അച്ഛൻ പഠിപ്പിച്ചുകൊണ്ട് ഖ എന്നുള്ള വാക്കൊക്കെ അങ്ങനെ ഉച്ചരിക്കും. ആ പാട്ടിന്റെ അർത്ഥം പൂർണ്ണമായിട്ടുള്ള ആ മൊത്തം പ്രൊഡക്ഷൻ യൂണിറ്റിലുള്ള ആൾക്കാർക്ക് അതിന്റെ അർത്ഥം അറിഞ്ഞൂടെ ഇന്നും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ റഫീഖിനെയൊക്കെ പോയി കണ്ടിട്ട് പറയുന്നത്. അവർ കുറച്ച് എഡ്യൂക്കേറ്റഡ്. അന്നത്തെ ഡയറക്ടേഴ്സൊക്കെ ആജീവന ഭക്ഷണാർത്ഥം വന്നത് പഴുത്തിരി പച്ചവെള്ളം അതാണ് എൻ്റെ സംഭവം. അവർക്കൊന്നും പാട്ട് എഴുതുന്നത് കവിത. പിന്നെ എന്തുകൊണ്ട് എഴുതി എന്ന് പറയുന്നത് എൻ്റെ വിചാരം അങ്ങനെ പോയി എഴുതിയവരാണ്. പിന്നെ തലമുറയിലെ കുറെ കൊള്ളാവുന്ന ശ്യാമപ്രസാദ് പോലെയൊക്കെയുള്ള വിദ്യാഭ്യാസം കിട്ടിയവർക്ക് ഉണ്ണീഷിന്റെ ചോദ്യം പ്രലവനാണ്. മലയാള സിനിമയിൽ വിദ്യാഭ്യാസമുള്ളവർ വളരെ കുറവായിരുന്നു പഴയ തലമുറയിൽ. അത്യാവശ്യം പ്രേംനസീർ സത്യം വിദ്യാഭ്യാസമുണ്ട്. ആക്ടേഴ്സിന് പോലും ഇല്ല. അത് അവരുടെ കുഴപ്പമില്ല, ഇല്ലായ്മ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ പാർട്ടി എഴുത്തുകാരൊക്കെ ദാസ്യപ്പിൽ നിന്ന് ഒരുപാട് ഡെക്റ്റേറ്റേഴ്സ് ഉണ്ട്. കഷ്ടമാണ് അവരുടെ കാര്യം. അവർക്ക് ചോദ്യമില്ല, ഉത്തരവില്ല, എഴുതി കൊടുത്തുകൊണ്ട് 10-50 സ്ക്രിപ്റ്റൊക്കെ എഴുതിയിട്ടുണ്ട്. എസ്എൽപിയൊക്കെ എഴുതുന്നത് തന്നെ എന്തെല്ലാം ബുദ്ധിമുട്ടിയാണ്. ഈ പ്രൊഡ്യൂസറിന് അർത്ഥം അറിയില്ല. അപ്പൊ പ്രൊഡ്യൂസറും നിർമ്മാതാവും എല്ലാം വിദ്യാഭ്യാസം അക്ഷരശൂന്യരാകുമ്പോൾ എഴുത്തുകാരന് എളുപ്പമാണ് എന്ത് എഴുതാം. പിന്നെ പിൽക്കാലത്താണ് എന്തൊക്കെ വലിയ നിരൂപകരുണ്ടല്ലോ ഈ തലപ്പേരൊക്കെ എന്തോ TP ശാസ്ത്രമംഗലം. അവസാനം TP ഇല്ല, ശാസ്ത്രമംഗലം എന്ന് പറഞ്ഞാൽ ബസ്സല്ല, ഒരു നിരൂപനാന്ന് വരുന്നുണ്ട്. കാരണം അയാൾ ഈ കൈതപ്പുറം ഒക്കെ എഴുതിയ വരികളൊക്കെ എടുത്തു അതുകൊണ്ട് മാത്രം ജീവിക്കുകയായിരുന്നു കുറെ കാലം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഏതോ ഒരു പാട്ടിലുണ്ട് കിണ്ടാണ്ടെന്ന്, അതുകൊണ്ട് മാത്രം പൈസ ഉണ്ടാക്കി ജീവിക്കുന്ന ഒരു എഴുത്തുകാരനായിരുന്നു. കൈതപ്പുറമൊക്കെ എഴുതുന്ന ചലിക്കുന്നതോ ഇയാൾ ഈ കിണ്ടാണ്ടം തപ്പി നടക്കാറുണ്ട് പാട്ടുകൾ. എനിക്ക് തോന്നുന്നത് റഫീഖിനെ പിടിച്ചു കാണും, പക്ഷെ കിണ്ടാണ്ടം കിട്ടാതെ ദുഃഖിതനാണ്. അങ്ങനെയുള്ള എഴുത്തുകാരൊക്കെ ഉണ്ടാവുന്ന കാരണം അക്ഷരശൂന്യരായ പാവപ്പെട്ട ദരിദ്രവാസികളുടെ ഒരു കൂട്ടരനായിരുന്നു സിനിമ. വിദ്യാഭ്യാസമുള്ള പുതിയ തലമുറ വന്നപ്പോൾ അതിന് മാറി. മഴ കൊണ്ട് വിളയ്ക്കുന്ന മുത്തുകൾ എന്നൊക്കെ സംഭവം പറഞ്ഞില്ല. എന്താണെന്നൊന്നും പഴയ ആൾക്കാരാണ് വിരണ്ടു പോയത്. എടോ ഇത് മഴക്കാലത്തുള്ള പാട്ടാണെന്ന് തോന്നിച്ചു ഭയങ്കര വിറവിച്ചു. ദേവരായ മാഷ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു, വിവരമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഗാനം എഴുതാക്കൾ നോക്കി അല്ലാത്തവരെ പുള്ളി ഓടിക്കുകയാണ്. ഇപ്പൊ പരസ്യമായിട്ട് പറഞ്ഞ കുഴപ്പം എല്ലാവരും പറഞ്ഞു പതിച്ചു. കാരണം MG ശ്രീകുമാറിനെ ദേവരായ മാഷ് ഇഷ്ടമായിരുന്നില്ല. ആ ഇഷ്ടമായിരുന്നില്ല എന്നുള്ള പുള്ളി പറയാറില്ല. പക്ഷേ പുള്ളിയുടെ പേര് പറയുമ്പോൾ പുള്ളി മാത്രമേ പറയൂ. എന്താണ് പറയാ, MG ശ്രീകുമാർ അവരുടെ ചേട്ടൻ പാട്ടൊക്കെ ചെയ്യുമായിരുന്നു. അവനെ വിളിക്കണ്ട, എന്താ പക്ഷേ അവനെ വിളിക്കണ്ട, അവൻ പാടിക്കളെ. ഇതാണ് ദേവരായ മാഷ് പാടാൻ അറിയില്ല എന്നദ്ദേഹം പറഞ്ഞിട്ടേ ഇല്ല. അവനെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടാവും, പാടിക്കളയും. ഇങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസ വ്യാകരണക്കായിരുന്നു. അതുകൊണ്ടാണ് പഴയ തലമുറ എഴുതാൻ പഠിച്ചത്. റഫീഖൊക്കെ പുതിയ തലമുറയുള്ള പാട്ട് എഴുതുന്ന ഞാൻ ആദ്യം കോട്ട് ചെയ്ത സംഭവം കറക്റ്റാണ്. MTയുടെ ആദ്യത്തെ ആ പാട്ട് സുബരാത്രി എന്നുള്ള പാട്ട് ഹരിഹരൻ വിദ്യാഭ്യാസം ഉണ്ടായ സംഭവമാണ്. മുസ്ലിം ഭാഷ നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ് ഹരിഹരൻ. ഒരു ചോദ്യ കൃഷ്ണൻകുട്ടി നല്ലപോലെ ചോദ്യ കൃഷ്ണൻകുട്ടി ഒരിക്കൽ എന്നോട് പറഞ്ഞു, പുള്ളി പഴയ പാട്ട് എഴുതുകാരനാണ്. ഗുരുവായൂർ എന്നോട് പറഞ്ഞു റഫീഖിന്റെ നല്ലൊരു പാട്ടുണ്ടെങ്കിൽ അത് കേട്ടു ഇങ്ങോട്ട് ചോദിച്ചു. കാരണം എന്താ, ഈ മഴ കൊണ്ട് അത് പാട്ട്. അപ്പൊ വിവരമുള്ള ഗാനരചയിതാക്കളൊക്കെ അന്നും ഉണ്ടായിരുന്നു. പക്ഷെ വിവരം ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മാത്രം അവരെ നമ്മൾ ഒരിക്കലും പഴിക്കില്ല, അവർക്ക് അറിയില്ല. താങ്ക് യു.